13കാരിയെ അമ്മയുടെ സാന്നിധ്യത്തിൽ അമ്മയുടെ ആൺ സുഹൃത്ത് പീഡിപ്പിച്ചു. ഇത് റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ടയിൽ നിന്നാണ്. കഴിഞ്ഞ 2024 സെപ്റ്റംബറിൽ പത്തനംതിട്ട ലോഡ്ജിൽ വെച്ചാണ് ഈ സംഭവം. അമ്മയും മകളും ലോഡ്ജിൽ വന്നു. അമ്മയുടെ ആൺ സുഹൃത്ത് ജയമോഹൻ എന്ന് പറഞ്ഞ ആളുമുണ്ട്. ലോഡ്ജിൽ വെച്ച് അമ്മയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് മകളെ പീഡിപ്പിച്ചത്. അത് പോലീസ് റിപ്പോർട്ട് ചെയ്തു. അമ്മയും അമ്മയുടെ കാമുകനും ഒളിവിൽ പോയി. കഴിഞ്ഞ ദിവസം ഇവരെ രണ്ടുപേര് മംഗലാപുരത്ത് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. 13കാരി പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം അമ്മയും കാമുകനും ഒളിച്ചു പോയെങ്കിലും ഇപ്പോഴെ 4-5 മാസം ആ ഒളിവ് തന്നെ കഴിയേണ്ടി അവർക്ക് വന്നു. ഏതായാലും മംഗലാപുരം പോലീസിന്റെ ശ്രമഫലമായി അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ജയമോഹൻ എന്ന അമ്മയുടെ കാമുകൻ 10-14 കേസിലെ പ്രതിയാണ്. അയാളൊരു കൊലക്കേസിനകത്ത് പ്രതിയുണ്ട്. മലപ്പുറം താളികാവിലെ ഒരു കൊലക്കേസിൽ ഇയാൾ പ്രതിയാണ്. 10-14 കേസുകൾ അയാളുടെ പേരിൽ കേരളത്തിൽ വിവിധ ഭാഗങ്ങളിലുണ്ട്. അയാൾ ഒരു പ്രൊഫഷണൽ ക്രിമിനലാണ്. അയാളുടെ കാമുക ഈ അമ്മ തിരുവനന്തപുരം ജയിലിൽ ഒരു സഹതടവുകാരനെ കാണാൻ പോയി. അവിടെ വെച്ച് ജയമോഹൻ എന്ന ക്രിമിനലിനെ പരിചയപ്പെട്ടു. അവിടെ നിന്ന് ജാമ്യത്തിലിറങ്ങിയ ജയമോഹൻ തിരുവനന്തപുരംകാരിയുമായിട്ട് അടുത്തു. അവർ തമ്മിൽ പ്രണയത്തിലായി. അങ്ങനെ കഴിഞ്ഞു വരവെയാണ് പത്തനംതിട്ടയിലേക്ക് അമ്മയെ വിളിച്ചു വരുത്തുന്നത്. അമ്മയുടെ ഒപ്പം 13കാരി മകളുമുണ്ട്. ആ ലോഡ്ജ് വെച്ച് അമ്മയുടെ സാന്നിധ്യത്തിൽ അമ്മയുടെ അറിവോടുകൂടി ജയമോഹൻ ഈ മകളെ, ഈ 13 വയസ്സുകാരിയെ പീഡിപ്പിച്ചു. മലപ്പുറത്തെ ഒരു കൊലക്കേസിൽ പ്രതി മാത്രമല്ല, കേരളത്തിലെ നിരവധി സ്ഥലങ്ങളിൽ ഇയാൾക്കെതിരായിട്ട് കേസുകളുണ്ട്. ഇയാൾ ക്രിമിനൽ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അമ്മ ജയിലിൽ വെച്ച് ഇയാളെ കാണുന്നതും പരിചയപ്പെടുന്നതും. പിന്നെ ജയിലിൽ വെളിയിൽ അയാൾ വന്ന ശേഷം തിരുവനന്തപുരത്തുള്ള ഇവരെ വീട്ടിൽ വെച്ച് ഇവരായിട്ട് അടുക്കുകയും അവർ തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്തു. അത് അവിഹിതമായ ഒരു മാർഗത്തിൽ കൂടെ തന്നെയാണ് അമ്മ സഞ്ചരിച്ചത്. ആ മാർഗത്തിൽ തന്നെ അമ്മയുടെ കാമുകന് വേണ്ടിയിട്ട് അമ്മ വഴിമാറി കൊടുക്കുകയാണ്. ഇത് രീതിയിലുള്ള കുടുംബ പശ്ചാത്തലം ഉള്ള പല ആൾക്കാരെ നമുക്കറിയാം. കേരളത്തിലെ പല സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള അവിഹിതമായ ബന്ധങ്ങൾ അത് അവരുടെ കുട്ടികളിലേക്ക് വ്യാപിക്കുകയും അവർ ഇതുപോലെ തന്നെ പല മോശമായ രീതിയിൽ ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. മാതാപിതാക്കൾ ഒരു റോൾ മോഡൽ ആയിരിക്കണം. വലിയവനായാലും ചെറിയവനായാലും ശരി, കഴിവുള്ളിടത്തോളം മക്കളുടെ മുമ്പിൽ റോൾ മോഡൽ ആകണം. മദ്യപിച്ച് സ്ഥിരം വരുന്ന മാതാപിതാക്കൾ വീട്ടിൽ വന്ന് കയറുന്ന, അല്ലെങ്കിൽ പിതാവ് മദ്യപിച്ച് സ്ഥിരം വീട്ടിൽ വന്ന് കയറുന്നവരുണ്ട്. മാതാവും പിതാവും ഒന്നിച്ച് വീട്ടിലിരുന്ന് മദ്യപിക്കുന്നവരുണ്ട്. അവിടെയൊക്കെ കുടുംബങ്ങളിലെ ആ ഡിസിപ്ലിൻ അത്ര നന്നായിട്ട് പോകുന്നില്ല. ഇതുപോലെയുള്ള സഞ്ചാരങ്ങൾ ഉണ്ടാവും. അതിന് കുട്ടികൾ ബലിയാടാവും. അമ്മ മോശക്കാരിയാണെന്ന് ഈ 13കാരിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടി അത് പരാതിപ്പെടാൻ തയ്യാറായത്. അങ്ങനൊരു ജീവിതം ആ കുട്ടി കാക്ഷിക്കുന്നില്ല. അങ്ങനൊരു ജീവിതത്തിലേക്ക് ആ കുട്ടി പോകില്ല. അമ്മയുടെ അബദ്ധസഞ്ചാരം കണ്ടിട്ടുണ്ടായും ആ ഒരു ജീവിതം തനിക്ക് പറ്റിയതല്ല എന്ന് ആ കുട്ടിക്ക് തോന്നാൻ കാരണം. ഏതായാലും അമ്മയുടെ കാമുവിനെ എതിരായി പരാതി കൊടുക്കാൻ കുട്ടി തയ്യാറായ നല്ല കാര്യം. ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ കുട്ടികൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഏത് രീതിയിലാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്, അതിനൊക്കെ ഏകദേശം അറിയാം. അതിന് വഴിപ്പെടാതിരിക്കുക, അവിടുന്ന് ചാടി ഓടി രക്ഷപ്പെടാൻ നോക്കുക. ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളും പല വീടുകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾ അല്പസ്വല്പം വിദ്യാഭ്യാസം ലഭിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം, ഓണസ്റ്റ് ആയിരിക്കണം. ഇതുപോലെയുള്ള വഴിവിട്ട ജീവിതത്തിലേക്ക് ചാടിപ്പോകരുത്. കുട്ടികളെല്ലാം ആ രീതിയിൽ വളർന്നു വരണം. എങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല സമൂഹം കെട്ടിപ്പടുക്കാൻ കഴിയുള്ളൂ. ഈ രീതിയിലുള്ള പല സംഭവങ്ങളും കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കുട്ടികൾ അറിയാതെ അമ്മമാരുടെ അബദ്ധസഞ്ചാരം, അല്ലെ അമ്മമാരുടെ മദ്യപാനം, അല്ലെ അപ്പന്മാരുടെ അമിതമായ മദ്യപാനം, അപ്പനും ആ വീട്ടിൽ തന്നെ മറ്റു സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇങ്ങനെയൊക്കെ വഴിവിട്ട ബന്ധങ്ങളോട്ട് പോകുമ്പം ആ പാവപ്പെട്ട വീടാണെങ്കിൽ ശരി, ആ വീടിൻ്റെ ഡിസിപ്ലിൻ അത് ഇല്ലാതെ വളരുന്ന കുട്ടികളായിരിക്കും. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള സഞ്ചാരത്തിലേക്ക് അതുങ്ങൾ പോകേണ്ടത്. പക്ഷെ ഈ കുട്ടിയെ അഭിനന്ദിക്കാതിരിക്കാനൊക്കെ സ്വന്തം അമ്മയുടെ കാമുകനും ചേർന്ന് ആ കൊച്ചിനെ പീഡിപ്പിച്ച വിവരം
അത് ധൈര്യസമേതം പോലീസിൽ അറിയിച്ചു, അവരെ അറസ്റ്റ് ചെയ്യിച്ചു. ആ സംഭവത്തിന് ശേഷം കഴിഞ്ഞ 5-8 മാസമായിട്ട് അവർ ഒളിവിൽ പോയിരുന്നു. പക്ഷേ മംഗലാപുരം പോലീസ് വളരെ കാരണം അമ്മയും കൊണ്ട് പോയിരിക്കുന്ന ഒരു ക്രിമിനലാണ്, എങ്ങനെയാണ് ഒളിക്കേണ്ടതെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. പോലീസിനെ വെട്ടിച്ച് എങ്ങനെ ജീവിക്കണമെന്നും അറിയാം. കാരണം അതുപോലെ ക്രിമിനൽ കേസിൽ പ്രതിയും അതുപോലെ ജയിൽവാസം കഴിഞ്ഞ വ്യക്തിയുമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സമയത്ത് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള അപ്പന്മാരില്ലാത്ത അല്ലെങ്കിൽ അപ്പന്മാരെ വേർവിട്ട് പോയ അങ്ങനെയുള്ള കുടുംബങ്ങളിലെ അമ്മമാര് തീർച്ചയായിട്ടും മക്കളുടെ കാര്യത്തിൽ അവരുടെ സാൻമാർഗിക വശം ഉപദേശിച്ചു കൊടുത്ത് വേണം അവർക്ക് മുന്നോട്ട് പോകാനും മുന്നോട്ട് അവരുടെ ജീവിത രീതി കെട്ടിപ്പടുക്കാനും.